നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ഓപ്പൺ ഫോറത്തിലേക്ക് സ്വാഗതം. ഓപ്പൺ ഫോറം ഈ ആഴ്ച പേരാവൂർ മണ്ഡലത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന സ്റ്റാർ മണ്ഡലങ്ങളിൽ ഒന്നാണ് പേരാവൂർ. കാരണം കോൺഗ്രസിന്റെ കേരളത്തിലെ അമരക്കാരനും KPCC പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സണ്ണി ജോസഫും കേരളം കണ്ട ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രി എന്ന വിശേഷണമുള്ള CPM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയും ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് പേരാവൂർ. അതുകൊണ്ട് തന്നെ ഏവരും ഉറ്റുനോക്കുന്നത് പേരാവൂർ മണ്ഡലത്തിലെ ഇത്തവണത്തെ പോരാട്ടമാണ്. 2011 മുതൽ ഇങ്ങോട്ട് 3 തവണയായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫിനെയാണ് മലയോര ജനത പേരാവൂർ മണ്ഡലത്തിലെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UDFന്റെ കൂടുതൽ നേട്ടം കൊയ്യുന്ന ഒരു മണ്ഡലമായാണ് പേരാവൂരിനെ കാണുന്നത്. എന്നാൽ 2006 ഇതേ മണ്ഡലത്തിൽ നിന്നാണ് KK ശൈലജ UDFിൽ നിന്ന് സീറ്റ് പിടിച്ചെടുത്ത് ആ സീറ്റ് LDFന് നൽകുന്ന സാഹചര്യമുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇത്തവണ KK ശൈലജയെ തന്നെ പേരാവൂർ മണ്ഡലത്തിൽ CPM LDF ഇറക്കിയതും മണ്ഡലം UDFിൽ നിന്ന് തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. എന്നാൽ UDFിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് പേരാവൂർ മണ്ഡലം നിലനിർത്തുക എന്നത് അവരുടെ അഭിമാന വിഷയമാണ്. കാരണം KPCC പ്രസിഡന്റായ സണ്ണി ജോസഫാണ് ഇത്തവണയും UDF സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ ജനവിധി തേടുന്നത്. ഒപ്പം NDA സ്ഥാനാർത്ഥിയായി പൈലി വാത്തിയാട്ടും ഇത്തവണ മത്സര രംഗത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ വാശിയേറിയ ഒരു പോരാട്ടത്തിനാണ് മലയോര മണ്ഡലമായ പേരാവൂർ സാക്ഷ്യം വഹിക്കുന്നതും. പേരാവൂരിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും മുന്നണികളുടെ പ്രതീക്ഷകളുമാണ് ഓപ്പൺ ഫോറം ചർച്ച ചെയ്യുന്നത്. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത് UDFിന് വേണ്ടി PK ജനാർദ്ദനൻ, LDFിന് വേണ്ടി KG ദിലീപ്, ഒപ്പം NDAക്ക് വേണ്ടി MR സുരേഷ് എന്നിവരാണ്. 3 പേരെയും ഞാൻ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം ഞാൻ UDF പ്രതിനിധിയിലേക്ക് പോവുകയാണ്. ശ്രീ PK ജനാർദ്ദനൻ, കഴിഞ്ഞ കുറേ കാലമായി UDFിനൊപ്പം നിലകൊള്ളുന്ന മണ്ഡലമാണ് പേരാവൂർ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വലിയ പ്രതീക്ഷയിലുമായിരിക്കും. പക്ഷേ ഇത്തവണയും UDFിന് അനുകൂലമായ സാഹചര്യം തന്നെയാണോ മണ്ഡലത്തിലുള്ളത്? പേരാവൂർ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 15 വർഷമായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ അഭൂതപൂർവമായ വികസനമാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ മേഖലയിലും വികസനത്തിന്റെ പരമസ്ഥായിയിലേക്ക് എത്തിക്കാൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന് പേരാവൂർ നിയോജകമണ്ഡലത്തിന് സാധിച്ചു. അതേ ഘട്ടം നമുക്ക് എല്ലാവർക്കും അറിയാം. 2016 ഈ തലശ്ശേരി വടവുപാറ റോഡ് തലശ്ശേരിയിൽ നിന്ന് വടവുപാറയിലേക്ക് ബസ് ഗതാഗതം നിർത്തിവെച്ചൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പേരാവൂർ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ തലശ്ശേരിയിൽ പോകുന്നത് കണ്ണൂർ വഴിയായിരുന്നു. ഇരിട്ടിയിൽ നിന്ന് ഇരിക്കൂർ വഴി ചാലോടിലെത്തി കണ്ണൂരിലെത്തിയിട്ടാണ് പലപ്പോഴും തലശ്ശേരിയിലെ ആവശ്യങ്ങൾക്ക് ജനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടത്. ആ റോഡിനെ നിരന്തരമായ പ്രവർത്തനത്തിന്റെ ഫലമായി തലശ്ശേരി വടവുപാറ റോഡ് എന്ന നിലയിൽ നമുക്ക് നവീകരിച്ചെടുക്കാൻ സാധിച്ചത് സണ്ണി ജോസഫിന്റെ ശ്രമപരമായിട്ടാണ് എന്ന് ഏവരും തലമുറയ്ക്ക് സമ്മതിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മറ്റു റോഡുകളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ തലശ്ശേരി ആനപ്പന്തി അങ്ങാടിക്കടവ് 2ാം കടവ് റോഡ് 135 കോടി രൂപയുടെ പ്രവൃത്തി ആരംഭിച്ചത്. ആ റോഡിന്റെ പ്രവൃത്തി ഏകദേശം പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. മലയോര ഹൈവേ കേരളത്തിൽ ഏറ്റവും ആദ്യം പൂർത്തീകരിച്ചത് പേരാവൂർ നിയോജകമണ്ഡലത്തിലാണ്. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ എല്ലാ മേഖലയിലും പേരാവൂർ നിയോജകമണ്ഡലത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിച്ചു. ഇപ്പോ മുഴക്കുന്ന പഞ്ചായത്ത് CPM ഭരിക്കുന്ന പഞ്ചായത്താണ്. അവിടെ എല്ലാ PWD റോഡുകളും മെക്കാടും താറിങ്ങായി മാറ്റാനുള്ള നടപടികൾ പ്രവർത്തനങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റോഡ് വികസനത്തിന്റെ കാര്യത്തിൽ എല്ലാ റോഡുകളും ഇപ്പോ വയനാട്ടിലേക്ക് പോകുന്ന റോഡായാലും ഇരിട്ടിയിൽ നിന്ന് കൊട്ടിയൂരിലേക്ക് പോകുന്ന റോഡായാലും എല്ലാ റോഡുകളും ഏറ്റവും മനോഹരമായ റോഡുകളാക്കി മാറ്റിയെടുക്കാൻ നേതൃത്വം നൽകിയത് സണ്ണി ജോസഫ് MLA ആണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുപോലെ തന്നെ പാലങ്ങൾ, വളരെ കൂട്ടുപുഴ പാലമൊക്കെ ഒരു വാഹനത്തിന് നീളമുള്ള വാഹനത്തിന് കടന്നു പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. അതിന് പകരമായി തലശ്ശേരി വടവുപാറ റോഡിൽ ഇരിട്ടി പാലം പുതുതായി നിർമ്മിച്ചു, കൂട്ടുപുഴ പാലം നിർമ്മിച്ചു. കൂട്ടുപുഴ പാലത്തിന് നമ്മൾ ഫില്ലർ ചേർത്തി പാലത്തിന് അക്കരെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് കർണാടക ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്ന് ആ പ്രവൃത്തി നിർത്തിവെപ്പിച്ചു. അതിനുവേണ്ടി MLA 5-6 തവണ ബാംഗ്ലൂരിൽ ഫോറസ്റ്റ് അധികാരികളുമായി ബന്ധപ്പെട്ട് അതിനുവേണ്ടി തന്നെയുള്ള പ്രത്യേക മീറ്റിംഗുകൾ വിളിച്ചു ചേർത്ത് ഡൽഹിയിലെ
ഇന്ത്യ ഗവൺമെന്റിന്റെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പോലും ബാംഗ്ലൂരിൽ വന്ന് MLA ഇവിടെ നിന്ന് പോയി കാര്യങ്ങൾ വിശദീകരിച്ച് ബോധ്യപ്പെടുത്തിയിട്ടാണ് ഇന്ന് കർണാടകത്തിലേക്ക് പോകുന്ന കൂട്ടുപുഴ റോഡ് ഈ പാലം ഇന്നത്തെ പോലെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിച്ചു. എല്ലാ പാലങ്ങളും, നിരവധി പാലങ്ങൾ, നമ്മുടെ ചെറുതും വലുതുമായ പാലങ്ങൾ, കൂട്ടുപുഴ പാലം, ഇരിട്ടി പാലം, ഉളിയിൽ പാലം, കളറോഡ് പാലം, കച്ചേരിക്കടവ് പാലം, തൊണ്ടിയിൽ ഓടന്തോട്, ചുങ്കക്കുന്നം, അതുപോലുള്ള വളയങ്കാൽ പാലം, അറയങ്ങാട് പാലം, നീണ്ടുനോക്കി പാലം, ഇവയെല്ലാം പ്രധാനപ്പെട്ട പാലങ്ങളാണ്. ഈ പാലങ്ങളുടെ പ്രവൃത്തികളെല്ലാം ഇപ്പോൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മുമ്പ് വളരെയേറെ പ്രയാസം സഹിച്ചിട്ടാണ് ഈ റോഡുകളിലൂടെ ഗതാഗതം നടത്തിയിരുന്നത് എന്ന് എല്ലാവരും. അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് തലശ്ശേരി താലൂക്കിനെ വിഭജിച്ച് ഇരിട്ടിയിൽ ഒരു താലൂക്ക് ഉണ്ടാക്കിയത്. വളരെയേറെ ശ്രമം നടത്തിയിട്ടാണ്. നിയമസഭയ്ക്കകത്തും ഉള്ള MLA-മാരുമായി ചർച്ച നടത്തി, മന്ത്രിമാരുമായി ചർച്ച നടത്തി, നിയമസഭക്കകത്ത് നിരവധി തവണ സബ്മിഷനുകൾ കൊണ്ടുവന്നു. അങ്ങനെ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള ധീരമായ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അന്ന് 12 താലൂക്ക് രൂപീകരിക്കുന്നതിന് നേതൃത്വം നൽകുന്നത്. ആ താലൂക്കിന്റെ പ്രദേശങ്ങളിലെ MLA-മാരുമായും മന്ത്രിമാരുമായും എല്ലാം നിരന്തരം ചർച്ച നടത്തി താലൂക്കുകൾ വിഭജിക്കേണ്ടതിന്റെ ആവശ്യം. 10, 15, 20 വില്ലേജുള്ള ഒരു താലൂക്ക് ഉണ്ടായിരുന്നപ്പോൾ തലശ്ശേരി താലൂക്കിനെ പോലെ ഭീമമായ ജനസംഖ്യയും നിരവധി താലൂക്ക് വില്ലേജുകളുമുള്ള ഈ വില്ലേജിനെ വിഭജിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്തിയിട്ടാണ് അദ്ദേഹം ഈ ഇരിട്ടി താലൂക്ക് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. മലയോര മേഖലയിലെ ആളുകൾ 10-50 വർഷം ഈ തലശ്ശേരി താലൂക്കിന്റെ താലൂക്കുപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി തലശ്ശേരിയിൽ യാത്ര ചെയ്യുന്നവരാണ്. അതിപ്പോ ഇരിട്ടിയിലാണ്. ഇപ്പൊ ഈ താലൂക്ക് ഓഫീസ് വന്നതുകൊണ്ട് ജനങ്ങൾക്ക് വളരെയേറെ സൗകര്യപ്രദമായി താലൂക്ക് ഓഫീസിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സാധിക്കും. അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങൾ താലൂക്ക് സപ്ലൈ ഓഫീസ്, ജോയിന്റ് RT ഓഫീസ്, സഹകരണ സംഘ അസിസ്റ്റന്റ് രജിസ്ട്രാറുടെ ഓഫീസ്, ലാൻഡ് ട്രൈബ്യൂണൽ തുടങ്ങിയ താലൂക്കുമായി ബന്ധപ്പെട്ട അനുബന്ധ സ്ഥാപനങ്ങളെല്ലാം ഇപ്പോൾ ഇരിട്ടിയിൽ പ്രാവർത്തികമാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഇനിയും നിരവധി ഓഫീസുകൾ ഇരിട്ടിയിൽ താലൂക്ക് ആസ്ഥാനങ്ങളിൽ വരേണ്ടതായിട്ടുണ്ട്. അതിന്റെ പ്രവർത്തനങ്ങളിലെല്ലാം ഇപ്പൊ അദ്ദേഹം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് ആനമതിൽ. ആറളം ഫാം ഉൾപ്പെടെയുള്ള മേഖലയിൽ നിന്ന് വനത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ആനകളെ കൊണ്ട് ആറളം ഫാമിലും അതിന്റെ പരിസര പ്രദേശത്തുമുള്ള ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം, കൃഷി നാശം പോട്ടെ, ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് ആദ്യത്തെ ഘട്ടത്തിൽ 13 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് കരിയാങ്കാപ്പിൽ നിന്ന് വളയാഞ്ചാൽ വരെയുള്ള ആനമതിലിന്റെ പ്രവൃത്തി നടത്തിയത്. രണ്ടാം ഘട്ടം എന്ന നിലയിലാണ് ആറളം ആദിവാസി മേഖലയിൽ വലിയ പരാതികളായിരുന്നു. 13-ലധികം ആടുകളെയാണ് ആ മേഖലയിൽ കാട്ടാനകൾ ഇറങ്ങി പാവപ്പെട്ട തൊഴിലാളികളെയും ആദിവാസികളെയും ചവിട്ടി കൊന്നത്. ആ പ്രദേശത്തേക്ക് വേണ്ടിയാണ് 2020 22 കോടി രൂപയുടെ എസ്റ്റിമേറ്റോടുകൂടി ഊരാളുങ്കൽ സൊസൈറ്റിയാണ് അതിന്റെ പ്രവർത്തനം ഏറ്റെടുത്തത്. പക്ഷെ ഊരാളുങ്കൽ സൊസൈറ്റി എസ്റ്റിമേറ്റ് എല്ലാം കഴിഞ്ഞ് പ്രവൃത്തി തുടങ്ങേണ്ട ഘട്ടമെത്തിയപ്പോ ഊരാളുങ്കൽ സൊസൈറ്റി അതിൽ നിന്ന് പിന്മാറി പുറകോട്ട് പോയി. പിന്നെയും MLA ഗവൺമെന്റിൽ വളരെ ശക്തമായി ഇടപെട്ടുകൊണ്ട് PWDയെ കൊണ്ട് അതിന്റെ റീ എസ്റ്റിമേറ്റ് എടുപ്പിച്ചുകൊണ്ടാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തിനിടയിൽ ഇപ്പോ MLA-ക്കെതിരെ വലിയൊരു പരാതി പല മേഖലയിലും ഇടതുപക്ഷത്തിന്റെ ആളുകൾ പറയാറുണ്ട്. MLA ഇടപെട്ട് പണി നിർത്തിവെപ്പിച്ച്. MLA ഇടപെട്ട് പണി നിർത്തിവെപ്പിച്ചിട്ടല്ല. യൂരാളുങ്കൽ സൊസൈറ്റി അവരുണ്ടാക്കിയ എസ്റ്റിമേറ്റിൽ നിന്ന് വർക്ക് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ആ വർക്കിൽ നിന്ന് ഊരാളുങ്കൽ സൊസൈറ്റി പിന്മാറിയപ്പോൾ MLA ഇടപെട്ടുകൊണ്ടാണ് ഈ പ്രവൃത്തി നടത്തുന്നതിനും പുതിയ PWDയെ കൊണ്ട് പുതിയ എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോ അതിന്റെ പ്രവർത്തനങ്ങളുമായി ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ MLA-യുടെ നേതൃത്വത്തിൽ ഈ യാതൊരു രാഷ്ട്രീയ വിവേചനവും കാണിക്കാതെയാണ് MLA ഫണ്ട് അദ്ദേഹം ഈ നിയോജകമണ്ഡലത്തിൽ ചെലവഴിച്ചിട്ടുള്ളത്. പലപ്പോഴും ഇടതുപക്ഷക്കാർ ആക്ഷേപിക്കാറുണ്ട് MLA രാഷ്ട്രീയ പക്ഷപാതം കാണിച്ച് UDF-ന്റെ പഞ്ചായത്തുകളിലാണ് പ്രവർത്തിക്കുന്നത്. MLA-യുടെ ഫണ്ട് ഏറ്റവും കൂടുതൽ വിനിയോഗിച്ചത് ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലും പായം പഞ്ചായത്തിലും മുഴക്കുന്ന് പഞ്ചായത്തിലുമാണ്. മുഴക്കുന്ന് പഞ്ചായത്തിൽ 220 ലക്ഷം രൂപയാണ് ചെലവഴിച്ചത്. ഇരിട്ടി മുനിസിപ്പാലിറ്റിയിൽ 480 ലക്ഷം രൂപയും പായം പഞ്ചായത്തിനകത്ത് 320 ലക്ഷം രൂപയുമാണ് MLA ഫണ്ടിൽ നിന്ന് MLA വിനിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ അത്തരത്തിലുള്ള ഒരു വ്യാജ പ്രചരണം നടത്തുന്നത് തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്ന വസ്തുത ഇവിടെയുള്ള ജനങ്ങൾക്കറിയാം. പക്ഷേ CPM അതാം നിലയ്ക്കുള്ള ഒരു പ്രചരണങ്ങൾ പല മേഖലകളിലും ഉണ്ടാവുമ്പോൾ നടത്തുകയാണ്.
വികസന പ്രവർത്തനങ്ങളിൽ MLA സഹകരിപ്പിക്കാതെ മുന്നോട്ട് പോകാനാണ് പലപ്പോഴും CPM ശ്രമിച്ചിട്ടുള്ളത് എന്ന് ഈ നാട്ടിൽ ചാവശ്ശേരി വെളിയമ്പറ റോഡ് ഇപ്പൊ കഴിഞ്ഞ വർഷമാണ്. ആ റോഡിന്റെ പ്രവൃത്തി ഉദ്ഘാടനത്തിന് വേണ്ടി വന്നപ്പോ MLA ക്ഷണിക്കാതെയാണ്, നിയോജകമണ്ഡലം MLA ക്ഷണിക്കാതെ മുനിസിപ്പാലിറ്റി ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് CPM ആ റോഡിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ കഴിയുമെങ്കിലും ആ ഉദ്ഘാടന നടപടികൾ നടത്തിയെങ്കിലും അവിടെയുള്ള സാധാരണ ജനങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയിലെ നിഷ്പക്ഷമതികളായ ആളുകളുമെല്ലാം MLA മാറ്റി നിർത്തിയതിനെതിരെ അതിശക്തമായി പ്രതികരിച്ച അനുഭവം നമ്മുടെ മനസ്സിനകത്തുണ്ട്. സാധാരണ ജനങ്ങൾക്കിടയിൽ MLA-ക്കെതിരെ ഒരു പരാതിയും പറയാനില്ല. പിന്നെ ഉള്ളത് KSRTC. ശരി, താങ്കൾ പറയുന്നത് പോലെ തന്നെ കഴിഞ്ഞ 3 തവണയും സണ്ണി ജോസഫിനെയാണ് അവിടെ ജനങ്ങൾ തെരഞ്ഞെടുത്തത്, വിജയിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവിടെ മണ്ഡലത്തിൽ UDF-ന് മേൽക്കൈയുണ്ട്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമാകുമോ? കഴിഞ്ഞ 2021 കാര്യങ്ങൾ തന്നെ നോക്കിയാൽ അവിടെ ചെറിയ ഭൂരിപക്ഷത്തിലാണ് കഴിഞ്ഞ തവണ സണ്ണി ജോസഫ് വിജയിച്ചത്. ഇത്തവണ CPM-ന്റെ സമുന്നതയായ നേതാവ്, അവരുടെ കേന്ദ്ര കമ്മിറ്റി അംഗം, മുൻ ആരോഗ്യമന്ത്രിയായ KK ശൈലജയാണ് അവിടെ മത്സരിക്കുന്നത്. നേരത്തെ 2006 അവിടെ വിജയിച്ച ചരിത്രമുണ്ട് KK ശൈലജയ്ക്ക്. അത്ര എളുപ്പമാകുമോ UDF-ന് ഇത്തവണ കാര്യങ്ങൾ? ശൈലജ ടീച്ചർ മത്സരിക്കുന്നതിന് ഞങ്ങൾ തരുമ്പും ഭയപ്പെടുന്നില്ല. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 23,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പേരാവൂർ നിയോജകമണ്ഡലത്തിൽ KS സുധാകരന് ലഭിച്ചത്. ഇപ്പൊ മാസങ്ങൾക്ക് മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 12,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷം UDF-ന് ഈ നിയോജകമണ്ഡലത്തിനകത്തുണ്ട്. അതുകൊണ്ട് ശൈലജ ടീച്ചർ വരുന്നതിനെയൊന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല. ശൈലജ ടീച്ചറെ വ്യക്തിപരമായി ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതാണ്. ചെറിയ പ്രായം മുതൽ നമുക്ക് പരിചയമുള്ള ആളാണ്. അതുകൊണ്ട് ടീച്ചറെ വ്യക്തി എന്നതിൽ ഞങ്ങൾക്ക് ഒരു പരാതി മാറ്റമൊന്നുമില്ല. പക്ഷേ രാഷ്ട്രീയമായി ടീച്ചർ ഇവിടെ വന്ന കാര്യം എങ്ങനെയാണ് പേരാവൂർ സ്ഥാനാർത്ഥിയായത് എന്ന് പേരാവൂരിലെ ജനങ്ങൾക്ക് മാത്രമല്ല കേരളത്തിലെ ജനങ്ങൾക്കെല്ലാം ടീച്ചറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് നല്ല ധാരണയുണ്ട്. പേരാവൂർ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ ഈ വികസന പ്രവർത്തനം ടീച്ചറുടെ കാലത്ത് ടീച്ചർ ഇവിടെ MLA ആയിരുന്നു 5 വർഷം. അന്ന് ടീച്ചറുടെ കാലത്ത് നടന്ന പാല പ്രവൃത്തികളാണ് മാറളം പാലവും ജവാർ കടവ് പാലവും. പക്ഷേ ഈ 2 പാലത്തിന്റെയും പ്രവൃത്തി ആരംഭിച്ചത് AD മുസ്തഫയുടെ കാലത്താണ്. AD മുസ്തഫയാണ് ബഡ്ജറ്റിൽ ടോക്കൺ എമൗണ്ട് ഒപ്പിച്ചത്. പക്ഷേ അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞ് പിന്നീട് ശൈലജ ടീച്ചർ വന്നതിന് ശേഷമാണ് അതിന്റെ പ്രവൃത്തികൾ പൂർത്തീകരിച്ചത് എന്ന് ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ ടീച്ചറുടെ 2011 അവസാന കാലത്ത് ടീച്ചർ ഇരിട്ടിയിൽ ഒരു KSRTC-യുടെ ഓപ്പറേറ്റിംഗ് സെന്റർ ഉദ്ഘാടനം ചെയ്തു. അന്ന് പറഞ്ഞത് ഈ ഓപ്പറേറ്റിംഗ് സെന്റർ നമുക്കിവിടെ സബ് സെന്ററായി ഉയർത്തി കൊണ്ടുവരണം എന്നാണ് അന്ന് ടീച്ചറെ ആ യോഗത്തിനകത്ത് പ്രസംഗിച്ചിരുന്നത്. പക്ഷെ അവിടെ പങ്കെടുത്തിരുന്ന KSRTC-യിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് ഈ KSRTC ഓപ്പറേറ്റിംഗ് സെന്റർ ഇങ്ങനെയൊരു സെന്റർ അനുവദിച്ചതായി KSRTC-യുടെ കണ്ണൂർ ഡിപ്പോയിൽ യാതൊരു ഫയലുകളും ഒരു വിവരവുമില്ല. KSRTC-യുടെ സംസ്ഥാനതല ഓഫീസുകളിലൊന്നും ഇങ്ങനെയൊരു ഓപ്പറേറ്റിംഗ് സെന്റർ ഉണ്ടായതായി യാതൊരു വിവരവുമില്ല. ഒരു ഉദ്യോഗസ്ഥന്മാരും ഇത് അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ യാതൊരു ബാക്ക് ഫയലും ഇല്ലാതെ ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുമ്പാണ് ടീച്ചർ ആ ഓപ്പറേറ്റിംഗ് സെന്റർ അന്ന് ഉദ്ഘാടനം ചെയ്തത്. ഞാൻ ആ യോഗത്തിനകത്ത് പങ്കെടുത്ത് ആശംസ അർപ്പിച്ചിട്ടുള്ള ആളാണ്. അന്നത്തെ ആ സ്ഥലം ഇരിട്ടി മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തൊരു സ്ഥലത്താണ് ഈ KSRTC-യുടെ ഓപ്പറേറ്റിംഗ് സെന്റർ എന്ന് പറഞ്ഞത്. ഇന്ന് തലശ്ശേരിയിലെ ഇരിട്ടിയിലെ റവന്യൂ ടവർ നിർമ്മിച്ചിട്ടുള്ള സ്ഥലത്ത് കൂടിയാണ് ഈ സ്ഥലത്തേക്ക് റോഡ് വന്നത്. റോഡ് ഉണ്ടാക്കിയത് നിരവധി KSRTC ബസ്സുകളാണ് അന്നത്തെ ആ ഉദ്ഘാടന ചടങ്ങിൽ ടീച്ചർ പങ്കെടുപ്പിച്ചത്. പക്ഷെ ഉദ്യോഗസ്ഥന്മാരെ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ആ യോഗത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ KSRTC-യുടെ ഈ സെന്റർ ഇവിടെ ഉണ്ടാകുന്നതിന് യാതൊരു ബാക്ക് ഫയലും ഇല്ല എന്ന് പറയുന്നുണ്ട്. ടീച്ചർ ആഗ്രഹിച്ചതിന് വളരെ സന്തോഷമുണ്ട്. പക്ഷെ ഇത് യാഥാർത്ഥ്യമാക്കി നിലനിർത്താൻ ആവശ്യമായ നടപടികൾ ടീച്ചർ സ്വീകരിക്കണമെന്ന് അന്ന് പറഞ്ഞതാണ്. പക്ഷെ പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ ടീച്ചർ പരാജയപ്പെട്ടു. അതിനുശേഷം പിന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് യാതൊരു ബാക്ക് ഫയലും ഇല്ലാതെ കണ്ണൂർ KSRTC ഡിപ്പോയിലോ തിരുവനന്തപുരത്ത് KSRTC-യിലെ ഹെഡ് ഓഫീസിലോ യാതൊരു റെക്കോർഡും ഇല്ലാതെ കേവലം ഉദ്ഘാടന ചടങ്ങ് മാത്രം നടത്തി ഒരു തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി മാത്രം ഉപയോഗിച്ചതാണ് എന്ന് പിന്നീടാണ് മനസ്സിലായത്. പക്ഷെ പിന്നീട് സണ്ണി ജോസഫ് MLA ഇതുമായി വളരെ മുന്നോട്ട് പോയതിലും ഇവിടെ സ്ഥലം അനുവദിച്ചു തരാൻ കഴിയില്ലായിരുന്നു. ആ പഴശ്ശി പദ്ധതി ഈ സ്ഥലം മുനിസിപ്പാലിറ്റിക്ക് അനുവദിച്ചു കൊടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ട് മുനിസിപ്പാലിറ്റിയുടെ ഈ ആവശ്യത്തിനല്ലാതെ മറ്റൊരാവശ്യത്തിനും ഈ സ്ഥലം ഉപയോഗിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയോടെയാണ് അന്ന് ഈ സ്ഥലം അനുവദിച്ചു കൊടുത്തത്. അതുകൊണ്ട് അവിടെ ഇതിന്റെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല.
പക്ഷേ CPM-ന്റെ ബ്ലോക്ക് പഞ്ചായത്ത് അന്നത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ഇരിട്ടി മുനിസിപ്പാലിറ്റി പ്രസിഡന്റും കുറച്ച് ആളുകളും ചേർന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കിയതിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനെന്ന് പറയാം. പക്ഷെ അതിന് MLA ക്ഷണിച്ചിരുന്നില്ല. പക്ഷെ ആ കമ്മിറ്റിയെ രൂപീകരിച്ചതല്ലാതെ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകാൻ വികസനത്തിൽ എന്തെങ്കിലും ടീച്ചറുകളായ വ്യക്തിമുദ്ര പതിപ്പിക്കുന്ന എന്തെങ്കിലും പ്രവർത്തനം നടത്തിയെന്ന് ടീച്ചർക്ക് അവകാശപ്പെടാൻ കഴിയില്ല, ഇടതുമുന്നണിക്കും അവകാശപ്പെടാൻ കഴിയില്ല. വികസനം ഉണ്ടാക്കിയത് ഈ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രം പറഞ്ഞാൽ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിന്റെയും കൂത്തുപറമ്പ് നിയോജക മണ്ഡലത്തിന്റെയും ഭാഗമായിരുന്നു പേരാവൂർ നിയോജക മണ്ഡലം. ആ കാലത്ത് ഒരു വികസനവും ഉണ്ടായിട്ടില്ല. പിന്നീട് KP നൂറുദ്ദീൻ വന്നപ്പോഴാണ് വികസനത്തിന്റെ UDF കാലത്താണ് പേരാവൂരിൽ വികസനം ഉണ്ടായതാണ് താങ്കൾ പറയുന്നത്. താങ്കളൊക്കെ ഞാൻ തിരികെ വരാം. UDF കാലത്താണ് വികസനം മുഴുവൻ മണ്ഡലത്തിൽ ഉണ്ടായതെന്നാണ് താങ്കൾ പറയുന്നത്. താങ്കളൊക്കെ ഞാൻ തിരികെ വരാം. ശ്രീ KG ദിലീപ്, വലിയ ആത്മവിശ്വാസത്തിലാണ് UDF ഇത്തവണയും പേരാവൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കഴിഞ്ഞ 3 തവണ തുടർച്ചയായി അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് അവിടെ വിജയിച്ചു വരുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ അവിടെ കൂടുതൽ വോട്ട് ലഭിക്കുന്ന സാഹചര്യം, വലിയ ജയം നേടുന്ന ഒരു സാഹചര്യം അവിടെ UDF-ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. ഇത്തവണ KK ശൈലജയെ CPM രംഗത്തിറക്കിയത് ആ മണ്ഡലം പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഫലം കാണുമോ മണ്ഡലത്തിൽ? ഇതിനകത്ത് പിന്നെ ഇവിടെ UDF-ന്റെ കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ വിശദമായി കാര്യങ്ങൾ സൂചിപ്പിച്ചപ്പോ ശൈലജ ടീച്ചർ ഈ പേരാവൂർ മണ്ഡലത്തിൽ മത്സരിക്കാൻ തീരുമാനിച്ചതോടുകൂടി തന്നെ UDF-ന്റെ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം നോമിനേഷൻ സമർപ്പിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മാധ്യമപ്രവർത്തകരെ ആദ്യം കണ്ടപ്പോൾ തന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി UDF-ന്റെ സ്ഥാനാർത്ഥി സ്ത്രീയായ വ്യക്തി മത്സരിക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഇവിടെ സൂചിപ്പിക്കുന്നത് കണ്ടാൽ പേരാവൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 15 വർഷക്കാലം കൊണ്ട് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി എന്നുള്ളതാണ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധികൾ സൂചിപ്പിച്ചൊരു കാര്യം. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഇവിടെ കണ്ടെത്തി കഴിഞ്ഞു. ഇപ്പോ അതുപോലെ ഒരു കാര്യം ഇവിടെ സൂചിപ്പിച്ചു, LDF-ന് പഞ്ചായത്ത് ഭരിക്കുന്ന പായത്തും ഇരിട്ടി. അതിന് അദ്ദേഹം പറഞ്ഞൊരു കണക്ക് കോടിയുടെ കണക്കിലല്ല പറഞ്ഞത്, ലക്ഷത്തിന്റെ കണക്കിലാണ്. 320 ലക്ഷം രൂപ മുഴക്കുന്ന് പഞ്ചായത്തിൽ ചെലവഴിച്ചു. 460 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 3 കോടിയാണ്. 320 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ 3 കോടി രൂപ. 460 ലക്ഷം എന്ന് പറഞ്ഞാൽ 4.6 കോടി രൂപ. പായം പഞ്ചായത്ത് ചെലവഴിച്ചു എന്ന് പറയുന്നത് 3 കോടി രൂപ. ഇതാണ് അദ്ദേഹത്തിന്റെ കണക്ക്. ഒരു MLA-ക്ക് ഒരു വർഷം ലഭിക്കുന്ന പ്രാദേശിക വികസന ഫണ്ട് 5 കോടി ഉറുപ്പ്യ വരും. 15 കൊല്ലം MLA ആയിരുന്നയാൾ 15 വർഷക്കാലം കൊണ്ട് ഒരു പഞ്ചായത്തിൽ ചെലവഴിച്ച തുകയാണ് അദ്ദേഹം ഇവിടെ കോട്ട് ചെയ്തത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഒരു മണ്ഡലത്തോട് രാഷ്ട്രീയമായി ഒരു മണ്ഡലത്തിൽ ജീവിക്കുന്ന ജനങ്ങളോട് അവിടുത്തെ ജനപ്രതിനിധി 15 വർഷക്കാലം ഏത് നിലയിലുള്ള സമീപനമാണ് സ്വീകരിച്ചതെന്ന് അദ്ദേഹത്തിന്റെ ആ ഒറ്റ കണക്കിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന കാര്യമാണ്. പിന്നെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു, പല വികസന പദ്ധതികളെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. ഒരു MLA എന്ന നിലയിൽ കേരളത്തിൽ 140 MLA-മാരുണ്ട്. ആ 140 MLA-മാരുണ്ട്, ഒക്കെ MLA-മാരുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു MLA-മാര് പിന്നെ ഇവിടെ 15 വർഷമായി സണ്ണി ജോസഫ് എന്തെങ്കിലും ഒരു പദ്ധതിയുമായി ഒരു പ്രൊജക്ട് തയ്യാറാക്കി സർക്കാരിനെ സമീപിച്ചു എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് പറയാൻ കഴിയും? സർക്കാരിനെ 10 വർഷമായി കേരളത്തിൽ ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സർക്കാരിനെ ഞാനിതാ ഇന്ന പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ന പ്രശ്നം പരിഹരിക്കാൻ, അല്ലെങ്കിൽ ഈ നാട്ടിലെ പുതിയ തലമുറക്ക് വേണ്ടി ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഒരു വികസന പദ്ധതിയുമായി ഞാൻ സർക്കാരിനെ സമീപിച്ചു എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയും? അദ്ദേഹം പറയട്ടെ, ഏതെങ്കിലും ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞാനിതാ മുഖ്യമന്ത്രിയെ സമീപിച്ചു, അല്ലെങ്കിൽ ഇന്ന മന്ത്രിമാരെ വകുപ്പ് മന്ത്രിമാരെ സമീപിച്ചു, പക്ഷെ അത് നടന്നില്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിയുമോ? ഒരു MLA എന്ന നിലയിൽ കഴിഞ്ഞ 15 വർഷക്കാലം അദ്ദേഹം ചെയ്തത് കേരളത്തിലെ 140 MLA-മാർക്ക് ലഭിക്കുന്നത് പോലെ പ്രാദേശിക വികസന ഫണ്ട് ലഭിക്കുന്നത് വീതം വെക്കുക എന്ന ചുമതല മാത്രം. അതിന് MLA-യുടെ ആവശ്യമില്ല. അതിന് ഒരു MLA-യുടെ PA കളക്ടറേറ്റിൽ ഒരു ലെറ്റർ പാഡിൽ എഴുതി കൊടുത്താൽ ആ പദ്ധതി നടക്കും. അതിന് MLA-യുടെ ഫോളോ അപ്പോ ഒന്നും ആവശ്യമില്ല. റോഡുകൾ ടാർ ചെയ്യാൻ, MLA-യുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിക്കാൻ ഒരു MLA-യുടെ ആവശ്യമേ ഇല്ല. കഴിഞ്ഞ 15 വർഷക്കാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് വികസനത്തിന്റെ കാര്യത്തിൽ വലിയ മുന്നോട്ട് പോക്കുണ്ടായ കാലമാണ് കഴിഞ്ഞ 15 വർഷക്കാലം എന്ന് പറഞ്ഞാൽ. അതിൽ 10 വർഷക്കാലം നമ്മൾ സമാനതകളില്ലാത്ത മുന്നേറ്റം ഉണ്ടായി കേരളത്തിൽ. അതായത് ഒരു നാടിന്റെ മുഖച്ഛായ തന്നെ, നാടിന്റെ സ്വഭാവം തന്നെ മാറി തീർന്ന 15 വർഷക്കാലം, 10 വർഷക്കാലം. ആ 10 വർഷക്കാലത്ത് വലിയ മുന്നേറ്റം ഉണ്ടായി. സമീപത്തുള്ള എല്ലാ മണ്ഡലങ്ങളിലും വലിയ മുന്നേറ്റം ഉണ്ടായപ്പോ, വലിയ പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടപ്പോ എന്താ ഇവിടുത്തെ കോൺഗ്രസിന്റെ MLA ചെയ്തത്?
ഇതാ എന്റെ നാട്ടിൽ പുതിയ തലമുറക്ക് വേണ്ടി, ഈ നാട്ടിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന പദ്ധതി നടപ്പിലാക്കി. അതിന് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, 10 വർഷം LDF ഭരിച്ചതുകൊണ്ടാണ് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ പോയത്. ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം 10 വർഷം LDF ഭരിച്ചതുകൊണ്ടാണ്. ആയിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ 2011 മുതൽ 16 വരെ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഇവിടെ MLA ആയിരുന്നു. 11 മുതൽ 2016 വരെ ആ 5 വർഷക്കാലം കൂടി എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പിലാക്കിയോ? ഈ പ്രാദേശിക വികസന ഫണ്ട് ഇവിടെ ചെലവഴിക്കുന്നതല്ലാതെ എന്തെങ്കിലും വികസന ഫണ്ട്? പിന്നെയോ ഈ മണ്ഡലത്തിനകത്ത് ഉപയോഗിച്ചു ഏത് ഫണ്ട് നമ്മൾ പ്രത്യേകമായി പറയേണ്ട കാര്യമാണ്. കിഫ്ബി ഫണ്ട്. കിഫ്ബി ഫണ്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം, UDFന്റെ നേതൃത്വം ഒറ്റക്കെട്ടായി ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ പിരിച്ചുവിടുമെന്ന് പറഞ്ഞ കിഫ്ബി, ആ കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, സംസ്ഥാന സർക്കാർ നേരിട്ട് റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടത്തിയ റോഡ് വികസനം അല്ലെ, ആ പദ്ധതികളാണ് ഈ പേരാവൂർ മണ്ഡലത്തിൽ എടുത്തു കാണിക്കാൻ. മലയോര ഹൈവേ പേരാവൂർ മണ്ഡലത്തിന്റെ പ്രത്യേക പദ്ധതിയാണോ? മലയോര ഹൈവേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിനകത്ത് നടപ്പിലാക്കുന്ന, വിജയകരമായി പൂർത്തീകരിക്കുന്ന 3 ഹൈവേയിൽ ഒന്നാണ് മലയോര ഹൈവേ. ഒന്ന് നാഷണൽ ഹൈവേ, ഒന്ന് മലയോര ഹൈവേ, മറ്റൊന്ന് തീരദേശ ഹൈവേ. ഈ 3 ഹൈവേയുടെ പണി പൂർത്തീകരിക്കുക എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഇടപെടലിന്റെ ഭാഗമായി പൂർത്തീകരിക്കപ്പെടുന്ന റോഡുകളിൽ ഒന്നാണ് ഈ മലയോര ഹൈവേ. ആ മലയോര ഹൈവേ പേരാവൂർ മണ്ഡലത്തിലെ MLAയുടെ ഒരു പദ്ധതിയല്ല. അദ്ദേഹത്തിന് അങ്ങനെ അവകാശപ്പെടാൻ കഴിയുമോ? എന്താ പേരാവൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ? അനന്തമായ സാധ്യതകളുള്ള വിവിധ മേഖലകളിൽ ഇനിയും ഒരുപാട് വികസനങ്ങൾ കേരളത്തിലെ മറ്റു പ്രദേശങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ ആവശ്യമുള്ള ഒരു നാടാണ് ഈ പേരാവൂർ മണ്ഡലം. ഏതെങ്കിലും ഒരു മേഖലയെ കഴിഞ്ഞ 15 വർഷക്കാലത്തിനിടെ ഒരു MLA അഭിസംബോധന ചെയ്തു? പുതിയ കാലത്തെ MLAമാരെ കുറിച്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ പേരാവൂർ ഒഴികെ മാറ്റി നിർത്തിയാൽ, ചില UDFന്റെ മണ്ഡലങ്ങൾ മാറ്റി നിർത്തിയാൽ, ചില UDF MLAമാർ ഉൾപ്പെടെ, കേരളത്തിലെ എല്ലാ UDF MLAമാരെയും ഞാൻ പറയുന്നില്ല, ചില UDFന്റെ MLAമാർ ഉൾപ്പെടെ തങ്ങളുടെ മണ്ഡലത്തിൽ കാലാനുസൃതമായ പല പദ്ധതികളും കൊണ്ടുവന്ന് വിജയിപ്പിക്കാൻ സർക്കാരിന്റെയും മറ്റ് സ്ഥാപനങ്ങളുടെയും സഹകരണം ഉറപ്പുവരുത്തുന്നു. കോൺഗ്രസിന്റെ തന്നെ MLAമാർ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സമീപിച്ച് സഹായങ്ങൾ നേടിയെടുത്ത് പദ്ധതികൾ കൊണ്ടുവരുന്നു. പേരാവൂർ എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഒരു മണ്ഡലമാണ്. എന്താ ഈ പേരാവൂരിലെ കാർഷിക മേഖലയിൽ അദ്ദേഹം ചെയ്ത സംഭാവന എന്താണ്? കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് ഇവിടെ തുണ്ടിയിൽ പാരിഷ് ഹാളിൽ വെച്ച് അദ്ദേഹം ഒരു കർഷക സംഗമം നടത്തി. ഈ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ, സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ. നിങ്ങൾക്ക് എന്തെങ്കിലും ഈ നാട്ടിലെ കർഷകരോട് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ ഈ 15 വർഷക്കാലം എന്ന് പറയുന്ന ഒരു വലിയ കാലയളവ്, 15 വർഷം, ആ 15 വർഷത്തിനിടയിൽ നിങ്ങൾക്ക് ഈ നാട്ടിലെ കർഷകർക്ക് വേണ്ടി എന്ത് ചെയ്തു? അദ്ദേഹം ഇവിടെ ആനമതിലിനെ കുറിച്ച് പറഞ്ഞു. VD സതീശനെ പോലെയാണ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിച്ചത്. നുണയാണ് പറയുന്നത്. പക്ഷേ ശ്രീ KG ദിലീപ്, ഞാൻ ഇടപെടുന്നതിൽ ക്ഷമിക്കുക. ഈ താങ്കൾ പറയുന്നത് പോലെ ഒരു വികസനവും സണ്ണി ജോസഫ് മണ്ഡലത്തിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഈ തുടർച്ചയായി ഈ 3 തവണ എങ്ങനെയാണ് അദ്ദേഹം ആ മണ്ഡലത്തിന്റെ ജനപ്രതിനിധിയായി മാറുന്നത്? ഞാൻ അതിലേക്ക് വരാം. അതിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ. അദ്ദേഹം ആനമതിലുമായി ബന്ധപ്പെട്ട കാര്യം ഞാനൊന്ന് പറയട്ടെ. ആനമതിലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി പദ്ധതിയിൽ നിന്ന് പിന്മാറിയത് കൊണ്ടാണ് ആനമതിൽ നിർമ്മാണം ആദ്യഘട്ടത്തിൽ പൂർത്തീകരിക്കാതെ എന്നാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. വ്യാജ പ്രചരണങ്ങളിൽ ഒന്നായിരിക്കും ഈ പ്രചരണം. അതാണ് അദ്ദേഹം ഇവിടെ തുടക്കം കുറിക്കുന്നത്. എന്താ യാഥാർത്ഥ്യം? 2018 ഈ ആനമതിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ LDF സർക്കാർ 2018 18 കോടി രൂപ അനുവദിച്ച് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ കൂടെ പണി ഏറ്റെടുപ്പിക്കാൻ തീരുമാനിച്ചു. എന്നാൽ ആ പദ്ധതിക്കെതിരായി, ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കെതിരായി, ULCCക്കെതിരായി ഈ കരാർ കൊടുത്തതിനെതിരായി ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത് ആരാണ്? നിങ്ങളിവിടെ ചോദിക്കൂ. നിങ്ങളിവിടെ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിക്കൂ. അദ്ദേഹം ഉത്തരം പറയട്ടെ. ആരാ കേസ് കൊടുത്തത്? ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് ഊരാളുങ്കൽ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് പദ്ധതി കൊടുത്ത് അഴിമതി നടത്താനാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത് ആ പദ്ധതിയിൽ ക്യാൻസൽ ചെയ്യിപ്പിച്ചത് ആറള ഫാമിലെ ചില ആളുകളെ കൊണ്ട് കേസ് കൊടുപ്പിച്ച MLA ആണ്. ഇത് കോൺഗ്രസ് നിഷേധിക്കാൻ പറ്റുമോ? 2018 ആ പദ്ധതി നടന്നിരുന്നെങ്കിൽ, ULCCയെ കൊണ്ട് ആ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ 2020 മുതൽ 2026 ഫെബ്രുവരി മാസം വരെ ആറള ഫാമിനകത്ത് കൊല ചെയ്യപ്പെട്ട 9 മനുഷ്യജീവൻ സംരക്ഷിക്കാൻ നമുക്ക് കഴിയുമായിരുന്നു. കേരളത്തിലെ മറ്റു 140 മണ്ഡലങ്ങളിലുള്ള MLAമാർ, മറ്റു 139 മണ്ഡലത്തിലെ MLAമാർ അവരുടെ മണ്ഡലത്തിൽ നടക്കുന്ന ഒരു പ്രവൃത്തി ULCCയെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ, ULCC ചെയ്തു കിട്ടുമോ?
എന്തുകൊണ്ടാണ് ULCCക്കുള്ള വിശ്വാസ്യത? കൃത്യമായി പണം വിനിയോഗിക്കുന്നു, സത്യസന്ധമായി പ്രവർത്തനങ്ങൾ നടത്തുന്നു, നിശ്ചിത സമയത്ത് പണി ഗുണനിലവാരത്തോടുകൂടി പൂർത്തീകരിക്കുന്നു എന്ന ബോധ്യമുള്ളത് കൊണ്ട് MLA-മാർ, ജനപ്രതിനിധികൾ ULCCയെ കൊണ്ട് പണി പൂർത്തീകരിക്കാൻ ULCCയെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ മണ്ഡലത്തിൽ ജനങ്ങളുടെ അതായത് സർക്കാർ പദ്ധതികൾ പോലും മണ്ഡലത്തിൽ പൂർത്തിയാക്കാൻ സാധിക്കാത്തത് MLA-യുടെ പിടിപ്പുകേടാണെന്നാണ് LDF പറയുന്നത്. നോക്കൂ, അല്ല, ഇത് യഥാർത്ഥത്തിൽ 9 മനുഷ്യരുടെ ജീവനത്തിൽ കൊലപാതകത്തിൽ ഉത്തരം പറയേണ്ട MLA ആണ് ഇവിടെ മത്സരിക്കുന്നത്. ശരി താങ്കളിലേക്ക് വരാം. ശരി, ഇവിടെ വന്ന് പറയുന്ന കാര്യം എന്താ? ശരി താങ്കൾ ഈ 15 വർഷക്കാലം എന്തിവിടെ ചെയ്തു? എന്തൊക്കെ ഇവിടെ കായിക മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ പേരാവൂർ മണ്ഡലം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് തന്നെ ഏറ്റവും അതുല്യരായ കായിക പ്രതികളെ സംഭാവന ചെയ്ത നാടാണ് പേരാവൂർ മണ്ഡലം. ഇന്ത്യൻ വോളിബോൾ ടീമിന്റെ ക്യാപ്റ്റൻ, ഇന്ത്യൻ വനിതാ വോളിബോൾ ടീമിന്റെ 2 ക്യാപ്റ്റന്മാർ, ഇന്ത്യൻ വനിതാ ബാസ്കറ്റ്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ, ഇന്ത്യൻ വനിതാ ബാസ്കറ്റ്ബോൾ ടീമിൽ അംഗങ്ങളായിരുന്ന വനിതകൾ, അങ്ങനെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയരായ കായിക പ്രതിഭകളെ, ടിൻഡു ലൂക്കിയെ പോലെ കായിക പ്രതിഭകളെ സംഭാവന ചെയ്ത ഒരു നാടിനകത്ത് ഈ MLA എന്ന നിലയിൽ 1 ലക്ഷം രൂപ മുടക്കി ഈ നാടിന്റെ കായിക മേഖലക്ക് വേണ്ടി ചെയ്തോ? ശരി, സണ്ണി ജോസഫ് MLA എന്ന നിലയിൽ പൂർണ്ണ പരാജയമാണെന്നാണ് LDF പറയുന്നത്. ശരി, താങ്കളൊക്കെ പരാജയം മാത്രമാണോ? നിങ്ങൾ ഈ സമീപ മണ്ഡലങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ ഒരു MLA എന്താണ് ചെയ്യേണ്ടത്? ശരി, താങ്കളൊക്കെ പറയുന്ന സമയക്കുറവ് കൊണ്ടാണ്, ക്ഷമിക്കുക KG ദിലീപ്. അടുത്ത അവസരത്തിൽ താങ്കളൊക്കെ ഞാൻ തിരികെ വരാം. ശ്രീ MR സുരേഷ്, UDF വലിയ പ്രതീക്ഷ പറയുന്നു. കഴിഞ്ഞ 3 തവണയായി സണ്ണി ജോസഫിന് വിജയിപ്പിച്ച മണ്ഡലമാണ്. അത് ഇത്തവണയും തുടർഭരണം പേരാവൂർ മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന UDF പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു. എന്നാൽ ഇത്തവണ പേരാവൂർ പിടിച്ചെടുക്കാൻ സാധിക്കുമെന്ന വലിയ ആത്മവിശ്വാസത്തോടെയാണ് LDF അവിടെ KK ശൈലജയെ തന്നെ മത്സരരംഗത്തിറക്കിയിട്ടുള്ളത്. KG ദിലീപ് പറയുന്നു, മണ്ഡലത്തിൽ കഴിഞ്ഞ 15 വർഷക്കാലമായി ഒരു വികസനവും കൊണ്ടുവരുവാൻ സണ്ണി ജോസഫിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ LDF അനുകൂലമായി ജനങ്ങൾ ചിന്തിക്കുമെന്ന്. BJPയുടെ ഒരു പ്രതീക്ഷ, NDAയുടെ ഒരു പ്രതീക്ഷ എങ്ങനെയാണ് മണ്ഡലത്തിൽ? NDA ഈ തെരഞ്ഞെടുപ്പില് NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് ശ്രീമാൻ പൈലി വാത്യാട്ടിനെ ഈ നിയോജക മണ്ഡലത്തിൽ അവതരിപ്പിക്കുന്നത് ഈ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ അദ്ദേഹം ജയിച്ചു വരാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ NDA പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹം ജയിച്ചു വരാൻ വേണ്ടിയിട്ടെന്ന് പറയുമ്പോൾ ജയിച്ചു വരാൻ വേണ്ടിയിട്ട് പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന കാര്യങ്ങൾ ഇപ്പോൾ എനിക്ക് മുൻപ് സംസാരിച്ച 2 പേരും ചൂണ്ടിക്കാണിക്കപ്പെട്ടത് തന്നെയാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് പേരാവൂർ നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ഒരു MLA അദ്ദേഹം വീണ്ടും ജനവിധി തേടുകയാണ് ഈ നിയോജക മണ്ഡലത്തിൽ വീണ്ടും. അതേ സമയത്ത് തന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ മുന്നണിയാണ്. അദ്ദേഹത്തിന്റെ പ്രതിനിധിയും പറയുന്നത് നമ്മൾ 2 പേര് പറയുന്നതും കേട്ടു. ഈ 2 പേരും പരസ്പരം പറഞ്ഞ കാര്യങ്ങൾ ഈ നിയോജക മണ്ഡലത്തിൽ പൂർത്തിയാവാത്തത് പൂർത്തീകരിക്കാനും ഈ നാടിന്റെ പ്രതീക്ഷകളെ പൂർത്തീകരിക്കാനും ഈ നിയോജക മണ്ഡലത്തിൽ ജനങ്ങളുടെ സ്വപ്നങ്ങൾ പൂവണിയിക്കാനും വേണ്ടിയിട്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് സാരഥിയായിട്ട് ഈ നിയോജക മണ്ഡലത്തിൽ പ്രതിനിധാനം ചെയ്യുന്ന ഞങ്ങളുടെ ആരാധ്യനായ സ്ഥാനാർത്ഥി പൈലി വാത്യാട്ട് ജയിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ നിയോജക മണ്ഡലത്തിൽ ജനങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിക്കാൻ വേണ്ടുന്ന ഭൂരിപക്ഷം വോട്ട് കൊടുക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയം തന്നെയാണ്. കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു MLA 10 വർഷമായിട്ട് നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്നത്. ഈ 2 കൂട്ടരുടെയും ഈ കാലഘട്ടത്തിലാണ് വെളിപ്പാടകലെ പേരാവൂർ നിയോജക മണ്ഡലത്തിൽ ഈ മണ്ഡലത്തിൽ ഒരു ചെറിയ ഭൂപ്രദേശത്ത് എനിക്കൊന്ന് ഈ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു ദാരുണമായ ദുരന്തം നടന്ന മറ്റൊരു പ്രദേശം ഉണ്ടാവില്ല. 15-17 പേർ കാട്ടാനയുടെ ചവിട്ടേറ്റ് അതിദാരുണമായി മരണപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമുക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നവരും ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന MLA-യും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും 2 പേരും പറയുന്നത് നമ്മൾ കേട്ടു, അവരെ പ്രതിനിധീകരിച്ചവർ പറയുന്നത് കേട്ടു. ഇവരെന്താ കഴിഞ്ഞ ഈ 2 കൂട്ടരും കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? കോടിക്കണക്കിന് രൂപ അവിടെ പദ്ധതിക്ക് വേണ്ടി പാസ്സാക്കി വെച്ചിട്ടുണ്ട്. കരാറുകാരെ പണി ഏൽപ്പിച്ചു എന്ന് പറയുന്നു. ആ പ്രവൃത്തി സമയത്ത് പൂർത്തീകരിക്കാൻ ഇച്ഛാശക്തി ഇല്ലാത്തവരാണ് ഇവരെങ്കിൽ ഇവർ രാജിവെച്ചു പോകണ്ടേ? ഞാൻ ചോദിക്കുന്നു, വനവാസി വിഭാഗത്തിൽപ്പെട്ട സാധാരണക്കാരായ തികച്ചും ദുർബലരായ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവന സംരക്ഷണം കൊടുക്കാൻ നമ്മുടെ ഭരണകൂടത്തിന് ബാധ്യതയില്ല? അവർ പരസ്പരം എന്താണ് പറയുന്നത്? എത്ര കൊല്ലമായി തുടങ്ങിയ ഈ കെടുകാര്യസ്ഥതയാണ് അനശ്വതം മുന്നോട്ട് പോകുന്നത്. ഏതെല്ലാം ഉദ്യോഗസ്ഥർ, ഏതെല്ലാം ഭരണക്കാർ, ഏതെല്ലാം മന്ത്രിമാർ, ഏതെല്ലാം ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾ ഇവിടെ ഇങ്ങ് ഗ്രാമപഞ്ചായത്ത് മുതൽ ജില്ലാ പഞ്ചായത്ത് മുതൽ ബ്ലോക്ക് പഞ്ചായത്ത് മുതൽ സംസ്ഥാന മന്ത്രിമാർ വരെ ഈ ആർളം ഫാമിൽ വന്ന് കടന്നുപോയി. ഇപ്പൊ 15 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരനെ കൂടി കാട്ടാന ചവിട്ടിക്കുന്നു. ഇന്ന് രാത്രി പോലും അപകടം സംഭവിക്കുന്ന ആർക്ക് പറയാൻ സാധിക്കും? ഈ ഭരണകർത്താക്കൾക്ക് പറയാൻ സാധിക്കും ഇനി അങ്ങനെ ദുരന്തം അവിടെ ഇപ്പോഴുണ്ടാവില്ല എന്ന്? ആ പ്രവൃത്തി പൂർത്തീകരിക്കാൻ വേണ്ടി എന്ത് ഇച്ഛാശക്തിയാണ് കാണിക്കുന്നത്?
എന്ത് ഇച്ഛാശക്തി ആർല ഫാമിൽ പുനരധിവസിക്കപ്പെട്ട ജനങ്ങളുടെ ജീവന സ്വത്തിന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടി. അവിടെ യഥേഷ്ടം കുടിവെള്ളമുണ്ടോ? അവിടുത്തെ പുനരധിവാസ മേഖലയിൽ ജീവിക്കുന്നവർക്ക് കുടിവെള്ളമുണ്ടോ? അവർക്ക് ആവശ്യമായ റോഡുണ്ടോ? അവരുടെ എല്ലാം വാസയോഗ്യമായ വീടുകളാണോ അവിടെയുള്ളത്? അവരുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ വേണ്ടി എന്തെങ്കിലും സംവിധാനമുണ്ടോ? വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള എന്തെങ്കിലും സംവിധാനമുണ്ടോ പുനരധിവസിക്കപ്പെട്ട ആ മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്? നമ്മൾ പരസ്പരം പറയുമ്പോൾ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഭരിക്കുന്ന 10 വർഷമായി ഭരിക്കുന്നവരുണ്ട്, അവരുടെ അടുത്താണുള്ള എല്ലാ സംവിധാനവും ഉള്ളത്. 15 വർഷമായിട്ട് ഈ നിയോജക മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന MLA ഉണ്ട്. അവർ തന്നെ വീണ്ടും ജനവിധി തേടുന്നു. ഭരിക്കുന്ന പാർട്ടിയുടെ മുഖ്യധാരയിലുള്ള മന്ത്രി കൂടിയായിരുന്നയാളാണ് വീണ്ടും ജനവിധി തേടി വരുന്നത്. ഞങ്ങൾ ചോദിക്കുന്നു, കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് ഈ പ്രദേശത്ത് അതിദാരുണമായ സംഭവവികാസങ്ങൾ ഉണ്ടായിട്ട് ഒരു ചെറുവിരൽ ആ വിഭാഗത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ ജീവിത പുരോഗതിക്ക് വേണ്ടി ഉയർത്താൻ സാധിക്കാത്തവർ വീണ്ടും ജനവിധി വോട്ട് ചോദിക്കുന്നു. തൊട്ടിപ്പുറത്ത് ഞാൻ ചോദിക്കട്ടെ, ആർല ഫാമാണ് ഏഷ്യയിലെ നമ്പർ 1 കാർഷിക ഫാമായിരുന്ന ആ 3500 ഏക്കർ വരുന്ന ഫാമിന്റെ ഇന്നത്തെ അവസ്ഥ എന്താ? നമ്മുടെ നമ്പർ 1 ഫാം, ഏഷ്യയിലെ ഏറ്റവും വലിയ ഫാം, 3500 ഏക്കർ ഉണ്ട്. ആ ഫാമിൽ നിന്ന് വിത്തുകൾ കയറ്റി അയച്ച് ലോകപ്രസിദ്ധമായിരുന്ന ഫാം, ഇന്ന് ആ ഫാമിന്റെ അവസ്ഥ എന്താണ്? വന്യമൃഗങ്ങളുടെ ശല്യം കാരണം ആ ഫാം നാശോന്മുഖമായിരിക്കുന്നു. തൊഴിലാളികളെ മുഴുവൻ വെട്ടിക്കുറച്ചിരിക്കുന്നു. തൊഴിലാളികൾക്ക് സമയത്ത് ശമ്പളം കൊടുക്കാൻ കഴിയാതെ ദുസ്ഥിതിയായിരിക്കുന്ന ഒരു സാഹചര്യം. നമ്മൾ ആലോചിച്ച് നോക്കൂ, എന്തിനാണ് ഭരണകർത്താക്കൾ, എന്തിനാണ് MLA, ഇവർക്ക് എന്താ ചെയ്ത ഇന്നെങ്കിലും നമ്മൾ പരിശോധിക്കപ്പെടേണ്ട ഈ തെരഞ്ഞെടുപ്പിൽ. ഇവിടെ ഈ നിയോജക മണ്ഡലത്തിൽ തന്നെയാണ് ലക്ഷാധിപതി ജനങ്ങൾ ക്ഷേത്ര ഉത്സവത്തിനെടുത്ത കൊട്ടിയൂർ വൈശാഖ മഹോത്സവം, ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന മഹാക്ഷേത്ര സങ്കേതമുണ്ട് കൊട്ടിയൂരിൽ. ഈ മെയ് മാസം 29-ന് വീണ്ടും ഉത്സവം തുടങ്ങുക. എല്ലാ വർഷവും ഉത്സവം നടക്കുന്ന മഹാക്ഷേത്ര സങ്കേതമാണ് ആ ക്ഷേത്രം. ആ ക്ഷേത്രത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ട്, പുരോഗതിക്ക് വേണ്ടി നമ്മുടെ MLA എന്താ ചെയ്തിരിക്കുന്നത്? ഒന്ന് പറയണം. അവര് ലക്ഷക്കണക്കിന് ആളുകൾ ദർശനത്തിന് വരുന്നു, എല്ലാ വർഷവും വരുന്ന. 12 വർഷം കൂടുമ്പോൾ വ്യാഴവട്ടം കൂടുമ്പോൾ നടക്കുന്ന പ്രക്രിയയല്ല. ആ ക്ഷേത്രോത്സവം നടക്കുന്ന സമയത്ത് കൊട്ടിയൂർ, കിഴക്കൻ, കടിച്ചാർ, പേരാവൂർ, മുഴക്കുന്നവരെ വരുന്ന, അല്ലെങ്കിൽ ഇങ്ങോട്ടേക്ക് ഇരിട്ടി മുനിസിപ്പാലിറ്റി അടക്കം വരുന്ന റോഡുകളിലൂടെ 10,000-കണക്കിന് വാഹനങ്ങൾ യഥേഷ്ടം 10-30 ദിവസം കടന്നു പോകുമ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന സജ്ജനങ്ങൾക്കും ആ ക്ഷേത്രത്തിലേക്ക് കടന്നു പോകുന്ന പ്രദേശത്തിനും ഒക്കെ വികസന പ്രക്രിയയ്ക്ക് വേണ്ടി എന്തു ചെയ്തതാ പറയുന്നത്? അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മാസത്തെ വൈശാഖ മഹോത്സവം മെയ് 29 ആരംഭിക്കാണ്, ജൂൺ 29 അവസാനിക്കുക. നമുക്ക് കാണാലോ അവരവിടെ എന്താ ചെയ്തിരിക്കുന്ന കാര്യം മനസ്സിലാക്കാൻ സാധിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. പോട്ടെ, ഞാൻ ചോദിക്കട്ടെ, ഈ ഇരിട്ടിയിൽ താലൂക്ക് ആസ്പത്രി ഉണ്ട്, പേരാവൂരിൽ താലൂക്ക് ആസ്പത്രി ഉണ്ട്. എന്താ ഇരിട്ടി താലൂക്ക് ആസ്പത്രിയുടെ അവസ്ഥ? കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ നിയോജക മണ്ഡലത്തിൽ MLA ആണ്. 10 വർഷം സംസ്ഥാനം ഭരിച്ച പാർട്ടിയുടെ മന്ത്രി അടക്കമുള്ള ആളാണ് മത്സരിക്കുന്നത്. എന്താ ഇരിട്ടി താലൂക്ക് ആശുപത്രി? 3 മണിക്ക് ശേഷം ഫാർമസിയിൽ മരുന്ന് കിട്ടുമോ? അവിടെ സ്റ്റാഫ് ഇല്ലെന്ന് ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. 1970-കളുടെ കാലഘട്ടം നമ്മൾ പുറകോട്ട് തിരിഞ്ഞു നോക്കണം. 70-കളുടെ കാലഘട്ടം മുതൽ അവിടെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടറും അനുബന്ധ സ്റ്റാഫുകളും അനുബന്ധ ഉപകരണങ്ങളും എല്ലാ സംവിധാനം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ ഗൈനക്കോളജിസ്റ്റിനെ ഡോക്ടറെ നിയമിച്ചിട്ടുണ്ടെന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ശരി, സമയക്കുറവ് കൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ MR സുരേഷ്, അതായത് LDF സർക്കാരും MLA-യും പേരാവൂർ മണ്ഡലത്തിലെ ഒരു വികസനവും കൊണ്ടുവന്നിട്ടില്ല എന്നാണ് NDAയുടെ ആക്ഷേപം. എന്ത് ചെയ്തു MLA? ഭരണകർത്താക്കൾ കഴിഞ്ഞ 10-15 വർഷക്കാലമായി മണ്ഡലത്തിൽ ഒരു വികസനവും LDF സർക്കാരും MLA-യും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. BJPയുടെ ആക്ഷേപം ഇത് NDAക്ക് അനുകൂലമായ ഘടകമാകുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. 10 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സംരംഭം പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ചെറുപ്പക്കാരായിട്ടുള്ള 10,000-കണക്കിന് ആളുകളുള്ള ഒരു മണ്ഡലത്തിൽ 10 പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റിയ ഒരു സംരംഭം 15 കൊല്ലം കൊണ്ട് കൊടുക്കുന്നു പറയാൻ സാധിക്കട്ടെ? ശരി, ചർച്ച അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശ്രീ PK ജനാർദ്ദനൻ, ഈ മലയോര ഹൈവേ ഒക്കെ തന്നെ അത് സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. അത് ഒരു MLA മാത്രം മണ്ഡലത്തിൽ കൊണ്ടുവരുന്ന പദ്ധതിയല്ല. അതേ രീതിയിൽ ഒരു വികസനവും കഴിഞ്ഞ 15 വർഷക്കാലമായി മണ്ഡലത്തിൽ നടന്നിട്ടില്ലെന്നാണ് LDFന്റെ ആരോപണം. പിന്നെ എങ്ങനെയാണ് ഇത്തവണ കൂടി സണ്ണി ജോസഫിനെ ജനങ്ങൾ അവിടെ തെരഞ്ഞെടുക്കുക? മാത്രവുമല്ല, MR സുരേഷ് പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ആനമതിൽ നിർമ്മാണമൊക്കെ വൈകിയത് കൊണ്ടാണ് ഇത്രയധികം ജീവനുകൾ പൊലിഞ്ഞത്. നേരത്തെ KG ദിലീപും സൂചിപ്പിച്ചു, ഇത്രയധികം ജീവനുകൾ പൊലിഞ്ഞതിന്റെ ഉത്തരവാദിത്വം MLAക്ക് മാത്രമാണ്. അതോടൊപ്പം തന്നെ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ കാര്യം, കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് വരുന്ന ജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായില്ല. ആക്ഷേപങ്ങൾക്ക് മറുപടി. ഈ ആനമതിലിന്റെ കാര്യം ആദ്യം പറയാം. ആനമതിലിന്റെ നിർമ്മാണത്തിനെതിരെ ഊരാളുകളിൽ കോടതിയിൽ പോയി MLA UDFന്റെ ആളുകളൊന്നുമല്ല. അവിടെ പരാതി കൊടുത്തത് അനധികൃതമായി ഊരാളുകൾ സൊസൈറ്റിക്ക് ഗവൺമെന്റ് പ്രത്യേക സൗകര്യം കൊടുക്കുന്നു, ടെൻഡർ ഇല്ലാതെ അവർക്ക് പ്രവൃത്തി നടത്തുന്നു എന്ന് പറഞ്ഞ് മറ്റു കരാർ പ്രവൃത്തിയിൽ ഏർപ്പെട്ടുള്ള ആളുകളാണ് കോടതിയിൽ പോയത്. അതിൽ UDFനും സണ്ണി ജോസഫിനും യാതൊരു പങ്കുമില്ല.
സണ്ണി ജോസഫ് MLA ഇടപെട്ടിട്ടാണ് ഈ ഊരാളുകൾ സൊസൈറ്റി ഉപേക്ഷിച്ച് പോയപ്പോ ഈ അടിയന്തരമായി PWD കൊണ്ട് അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിച്ച് അതിന്റെ പ്രവർത്തനം ഇന്നത്തെ നിലയിലേക്ക് എങ്കിലും എത്തിച്ചത് സണ്ണി ജോസഫ് MLA ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. മറ്റൊന്ന് കൊട്ടിയൂരെ ഉത്സവത്തിന്റെ കാര്യം നേരത്തെ ഇവിടെ ഇപ്പൊ സുരേഷ് സൂചിപ്പിച്ചു. കൊട്ടിയൂർ ഉത്സവത്തിന് തൊട്ട് മുമ്പായി തന്നെ കൊട്ടിയൂർ പഞ്ചായത്തിലെ പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് കൊട്ടിയൂർ മേഖലയിൽ റോഡിന്റെ സൗകര്യങ്ങൾ വികസനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടു. താലൂക്ക് സഭയിൽ ഈ വിഷയം കൊട്ടിയൂരിലെ UDFന്റെ പ്രതിനിധി PC രാമകൃഷ്ണൻ വളരെ ശക്തിയായി ആവശ്യപ്പെട്ടു. അവിടെ ഒന്ന് വിശദമായ ചർച്ച നടന്നു. ആ താലൂക്ക് സഭയ്ക്കകത്ത് ബന്ധപ്പെട്ട PWD ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി അവിടെ റോഡ് വികസനം ഉണ്ടാക്കേണ്ടതിന്റെ ആവശ്യകത, അതിന് മാത്രമല്ല പകരം ഒരു പാരലൽ റോഡ് എന്ന നിലയിൽ പ്രവൃത്തി അടിയന്തരമായി ആരംഭിക്കണം എന്ന് നിർദ്ദേശം കൊടുത്തു. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവൃത്തി നടത്തിയിട്ടുണ്ട് സത്യം. പക്ഷേ ഈ വർദ്ധിച്ചു വരുന്ന ഭക്തജന തിരക്കിനെ നിയന്ത്രിക്കാൻ മാത്രമുള്ള സൗകര്യം ഉണ്ടായിട്ടില്ല. അതിപ്പോ ഈ റോഡ് വികസനം, ഈ മട്ടന്നൂർ വിമാനത്താവള റോഡിന്റെ ഭാഗമായി വികസനം വരുന്നത് കൊണ്ട് ഒരു വർദ്ധി 2 പേയ്മെന്റിന്റെ ഒരു സാങ്കേതിക പ്രശ്നമൊക്കെ എഞ്ചിനീയർ പറഞ്ഞതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇതിനു മുമ്പ് പ്രവർത്തനം നടത്തുമായിരുന്നു. ക്ഷേത്രത്തിനകത്ത് വികസന പ്രവർത്തനം നടത്താൻ പറ്റില്ലല്ലോ. അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ സ്ഥിര ക്ഷേത്രം ഉണ്ടാക്കാനോ ഒന്നും ആചാരപരമായി പാടില്ലാത്ത കാര്യമാണ്. യാത്രാ സൗകര്യത്തിലും ആ കാര്യത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ. അത് ഈ കാര്യത്തിൽ താലൂക്ക് സഭയിൽ പോലും വളരെ ഗൗരവത്തിൽ MLA തന്നെ താല്പര്യമെടുത്തിട്ടാണ് PWD ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി ആവശ്യമായ നിർദ്ദേശം കഴിഞ്ഞ തവണ കൊടുത്തത് കൊണ്ടാണ് വലിയ പരാതിയില്ലാതെ കഴിഞ്ഞ തീർത്ഥാടനം പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത് എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. വേറെ ഒന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞു. ഈ ശൈലജ ടീച്ചറാണ് കീഴ്പള്ളിയിലെ ഒരു വൈദ്യുത സെന്ററിൽ ഡയാലിസിസ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത്. അവിടെ ഡയാലിസിസ് വരെ നടപ്പാക്കാനുള്ള റോഡ് ടീച്ചർ ഞാനിപ്പോ തന്നെ ഉത്തരവ് കൊടുക്കും, സ്റ്റാഫിനെ ഏർപ്പെടുത്തും, ആവശ്യമായ നടപടി ഉണ്ടാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ടീച്ചർ അത് പോയത്. ഇരിട്ടിയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മുകളിൽ അമ്മയും കുഞ്ഞും എന്നൊരു കെട്ടിടം ഉണ്ടാക്കി. ആവശ്യമായ സ്റ്റാഫിനെയും ഡോക്ടർമാരെയും ഞാൻ തിരുവനന്തപുരത്ത് എത്തിയാൽ ഉടനെ നിയമിക്കും എന്ന് പറഞ്ഞിട്ടാണ് ടീച്ചർ അന്ന് പോയത്. പക്ഷേ ടീച്ചർ മന്ത്രിസ്ഥാനം പോകുന്നത് വരെ ഈ 2 സ്ഥലത്തും ഈ ഡയാലിസിസ് സെന്ററിനോ അല്ലെങ്കിൽ ഇരിട്ടിയിലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അമ്മയും കുഞ്ഞും ആശുപത്രിക്ക് ആവശ്യമായ ഡോക്ടറെയോ അല്ലെങ്കിൽ സ്റ്റാഫിനെയോ നിയമിക്കാത്തത് കൊണ്ടാണ് ആ ആശുപത്രി ഇപ്പൊ അനാഥമായതുപോലെ ഇപ്പൊ നിൽക്കുന്നതെന്ന വസ്തു. അതിനൊന്നും MLA നിരന്തരമായി ശ്രമിച്ചതാണ്. അവിടെ HMC കമ്മിറ്റി DMIയുടെ നിരന്തരമായി ആവശ്യപ്പെട്ടതാണ്. ഒരു സമരവും പ്രക്ഷോഭവും നടത്താനും എന്ന നിലയിലേക്ക് വന്നപ്പോൾ HMC കമ്മിറ്റി അന്നത്തെ മുനിസിപ്പാലിറ്റിയിലെ ബന്ധപ്പെട്ടവർ അത് ശരിയല്ല, നമുക്ക് നാളെ കിട്ടും മറ്റന്നാൾ കിട്ടും എന്ന് പറയുന്നത് മാറ്റിവെച്ചതുകൊണ്ടാണ് ഒരു സമര പരിപാടിയിലേക്ക് ഇറങ്ങാൻ നമുക്ക് കഴിയാതെ. ശരി സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ PK ജനാർദ്ദനൻ, ചെയ്യാൻ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ശരി സമയക്കുറവുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഇത്തവണയും UDF ജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസം താങ്കൾ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇത്തവണ സണ്ണി ജോസഫിന് എത്ര ഭൂരിപക്ഷം കിട്ടുമെന്നാണ് നിങ്ങളുടെ ഒരു കണക്ക് കൂട്ടൽ? 12,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നതാണ്. ആ വോട്ടിൽ നിന്ന് ഒരു വോട്ട് പോലും കുറയാതെ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സണ്ണി ജോസഫ് ജയിച്ചു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്ക് ആർക്കില്ല. ഒരു വരി കൂടി പറഞ്ഞോട്ടെ. ഇതിനിടയിൽ നേരത്തെ എന്റെ സുഹൃത്ത് ദിലീപ് ഇവിടെ പറഞ്ഞു 5 കൊല്ലം കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇരിട്ടി മുനിസിപ്പാലിറ്റിയിലെയും മുഴക്കുന്ന് പഞ്ചായത്തിലും പായം പഞ്ചായത്തിന്റെയും വികസന പ്രവർത്തനത്തിലെയും പൈസ ചെലവാക്കി. കഴിഞ്ഞ 15 വർഷം കൊണ്ടല്ല ദിലീപേ, കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ചെലവാക്കിയ സംഖ്യയാണ് ഞാൻ പറഞ്ഞത്. ശരി വ്യക്തമാണ് താങ്കൾ പറഞ്ഞത് വ്യക്തമാണ്. ദിലീപിന് മനസ്സിലായിട്ടുണ്ട്. ദിലീപ് മറുപടി പറയും. ശരി ശ്രീ ദിലീപ്, ശ്രീ KG ദിലീപ്, ഈ ആനമതിലിന്റെ നിർമ്മാണത്തിലെ അനിശ്ചിതത്വം ഒക്കെ തന്നെ നീക്കിയത് സണ്ണി ജോസഫ് MLA ഇടപെട്ടാണെന്നാണ് PK ജനാർദ്ദനൻ പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഈ ആനമതിലുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ തന്നെ നിങ്ങൾ MLA മേൽ പഴിചാരുന്നത്? നിങ്ങൾ ആനമതിലുമായി ബന്ധപ്പെട്ട് ULCCയെ കരാറിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം ആരാണ് കരാർ എടുത്തതെന്ന് നോക്കൂ. ആരാണ് കരാർ എടുത്തതെന്ന് അന്വേഷിച്ച് നോക്കൂ. കണ്ണൂർ വിഷന്റെ മാധ്യമപ്രവർത്തകർ അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ULCCയെ കരാറിൽ നിന്ന് ഒഴിവാക്കാൻ ആറളം ഫാമുമായി ബന്ധപ്പെട്ട ആളുകളെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് ULCC ഒഴിവാക്കിയതിനു ശേഷം കരാർ എടുത്ത ആളാരാണെന്ന് നോക്കൂ. MLAയുടെ ഏറ്റവും അടുത്ത ആളാണ്. ആ കരാർ എടുത്തയാൾ ആ പണി പൂർത്തീകരിച്ചോ? അതന്വേഷിച്ച് നോക്കൂ. ആ കരാർ എടുത്തയാൾ പണി പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയി. ആര്? ഇവിടെ കോൺഗ്രസ്സുകാരനായ ഒരു കരാറുകാരൻ പാതി വഴിയിൽ പണി ഉപേക്ഷിച്ചു പോയി. പിന്നീട് ആ കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി പുതിയ കരാർ റീടെൻഡർ നടത്തി കരാർ കൊടുത്തിട്ടാണ് ഇപ്പൊ ഇവിടെ പണി നടക്കുന്നത്. എന്താ MLA ചെയ്തത്? ആറള ഫാമിൽ ആരെങ്കിലും കൊല ചെയ്യപ്പെട്ടാൽ
ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് പ്രതിഷേധങ്ങളെല്ലാം തണുത്തതിന് ശേഷം ആ MLA ആ വീട്ടിൽ പോയി സർക്കാരിനെതിരായി മാധ്യമപ്രവർത്തകരോട് 2 കമന്റ് പറയുന്നതല്ലാതെ ആറള ഫാമിലേക്ക് തിരിഞ്ഞു നോക്കിയ ബന്ധം ഈ MLAക്കുണ്ടോ? ഒന്ന് ആറള ഫാമിൽ പോയി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആറള ഫാമിൽ പോയി ആനമതിൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്താൻ സാധിച്ചിട്ടുണ്ടോ? ആനമതിലുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഇതുവരെ ഈ നിലയിൽ കാണുന്ന നിലയിലെങ്കിലും എത്തിച്ചത് ഇടതുപക്ഷ സർക്കാർ നേരിട്ടാണ്. പലതരത്തിലുള്ള തടസ്സം ഇവിടെയുള്ള MLAയും കോൺഗ്രസിന്റെ പ്രവർത്തകരും ഉണ്ടാക്കി. കേസ് കൊടുത്ത് കരാറെടുത്ത കരാറുകാരൻ പണി നടത്താതെ, MLAയുമായി ബന്ധമുള്ള ആളുകൾ കരാർ നടത്താതെ. അപ്പോൾ ഇവിടെ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണ്. ഈ കൊലപാതകത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ KPCC പ്രസിഡന്റായ 15 വർഷം MLA ആയ ആളുകൾ അവിടെയുള്ള കൊലപാതകത്തിന് മറുപടി പറയേണ്ടി വരും എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം ULCC കരാറിൽ നിന്ന് പിന്മാറിയതിനു ശേഷമാണ്. സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് ദിലീപ് ഞാൻ ഇടപെടുന്നത്. നിങ്ങൾ MLAക്കെതിരെ ഇത്രമാത്രം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും അവർ അവിടെ വലിയ പ്രതീക്ഷയല്ല. ഇത്തവണ 12,000-ലധികം ഭൂരിപക്ഷം കടക്കുമെന്നാണ് PK ജനാർദ്ദനൻ പറയുന്നത്. നിങ്ങൾ എനിക്ക് തന്ന സമയം എടുക്കും. ഞാൻ ഒറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നിങ്ങൾ ഈ 15 വർഷം MLA ആയിരുന്ന KPCC പ്രസിഡന്റായ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായ ശ്രീമാൻ സണ്ണി ജോസഫിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഈ മണ്ഡലത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് എന്താണ് എന്ന് ബോധ്യമാക്കുന്ന ഒരു പരാമർശമാണ് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധി നടത്തിയൊരു കാര്യം. കൊട്ടിയൂർ അമ്പലത്തിൽ വികസനം സാധ്യമാവില്ല അദ്ദേഹം പറഞ്ഞൊരു കാര്യം. ശരി, എനിക്ക് സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് ശ്രീ KG ദിലീപ് ദയവ് ക്ഷമിക്കുക. ഞാൻ MR സുരേഷിലെ കൂടിക്ക് പോകേണ്ടതുണ്ട്. ശ്രീ MR സുരേഷ്, താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ 15 വർഷക്കാലം മണ്ഡലം ഭരിച്ച MLAയുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രവർത്തനം നടത്താൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. അതാണ് വിഷ്വൽ വരുന്ന. നിങ്ങൾ നോക്കൂ, 50 ലക്ഷത്തിലധികം ആൾ വരുന്ന കൊട്ടിയൂർ അമ്പലത്തിന്റെ വികസനം എന്ന് പറഞ്ഞാൽ അക്കരെ കൊട്ടിയൂരല്ല. അവിടെ വരുന്ന ആളുകൾക്ക് സുഖമായി സഞ്ചരിക്കാൻ, അവിടെ വരുന്ന ആളുകൾക്ക് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ, അവർക്ക് സൗകര്യത്തോടു കൂടി അവിടെ ആ ക്ഷേത്ര ദർശനം നടത്താൻ ഉള്ള സൗകര്യങ്ങൾ ഒരുക്കുക എന്ന് പറഞ്ഞാൽ അക്കരെ കൊട്ടിയൂർ നിർമ്മാണം നടത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങളൊന്നും നടത്താത്തത് എന്ന് പറഞ്ഞ് ഇതാണ് ഇവിടുത്തെ MLAയുടെ വിഷൻ. ഇതാണ് MLAയുടെ വിഷൻ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇതൊക്കെ മണ്ഡലത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത്തവണ KK ശൈലജയ്ക്ക് അനുകൂലമായ ജനവിധി ഉണ്ടാകും. അതാണ് LDFന്റെ പ്രതീക്ഷ. സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ദയവായി സഹകരിക്കുക ശ്രീ ദിലീപ്. ഒറ്റ കാര്യം കൂടി NDAയുടെ വോട്ട് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വാങ്ങിയ വോട്ട് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP വാങ്ങുമെന്ന് ഉറപ്പാണ് BJPയുടെ പ്രതിനിധി ഇവിടെ നൽകേണ്ടത്. ശരി, അതിന് MR സുരേഷ് മറുപടി പറയും. ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ശ്രീ MR സുരേഷ്, KG ദിലീപ് അവസാനമായി പറഞ്ഞ ആ ചോദ്യത്തിനുള്ള മറുപടി. NDA ഈ തെരഞ്ഞെടുപ്പില് 100% ശുഭപ്രതീക്ഷയിലാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് സൂചിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഈ നിയോജക മണ്ഡലം കാർഷിക ഭൂമിയാണ്. കൊട്ടിയൂർ, കേളകം, കണിച്ചാർ, പേരാവൂർ, മുഴക്കുന്ന് മുതൽ എല്ലാ പഞ്ചായത്തിലുമുള്ള ജനങ്ങൾ ആശ്രയിക്കുന്ന കാർഷിക ഭൂപ്രദേശമാണ്. അപ്പൊ കാർഷിക ജനതയുടെ വന്യമൃഗശല്യം രൂക്ഷമായ കാർഷിക മേഖലയിൽ വന്യമൃഗശല്യം ഈ കഴിഞ്ഞ ഏറെ നാളുകളായിട്ട് പരിഹരിക്കാൻ കഴിയാതെ പോയിട്ട് ഭരണകൂടവും MLAയുമാണ് പേരാവൂർ നിയോജക മണ്ഡലത്തിൻ്റെത്. ഒരു ഭാഗത്ത് കടുവയാണ്, ഒരു ഭാഗത്ത് പുലിയാണ്, ഒരു ഭാഗത്ത് കാട്ടാനയാണ്, മറ്റു ഭാഗത്ത് മണ്ണിൽ പൊന്നു വിളയിക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന കർഷകർ. കൊട്ടിയൂർ, കേളകം, കണിച്ചാർ, പേരാവൂർ, മുഴക്കുന്ന്, അയ്യങ്കുന്ന്, പായം പഞ്ചായത്തുകളിലെ സാധാരണക്കാരെ കർഷകർ, കുടിയേറ്റ കർഷക ജനത, അവരുടെ കാർഷിക വിളകൾക്ക് ഒരു സംരക്ഷണവും കൊടുക്കാൻ സാധിക്കാതെ കാട്ടാന തകർത്ത് തരിപ്പണമാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ പുലി, കടുവ ഇത് കയറി മേയുമ്പോഴും ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്ന MLAയും ഭരണകൂടവുമാണ് നിയോജകങ്ങളുടെ ശാപം. ഒപ്പം ഒരൊറ്റ ചോദ്യം കൂടിയുണ്ട്. യുവാക്കൾക്ക് തൊഴിലില്ല, പഠന സൗകര്യങ്ങളില്ല, അവർ വിട്ടുപോകുന്നു ഈ നാട്. ക്ഷേത്രത്തിന്റെ പുരോഗതി ഞാൻ പറയുന്നത് മണത്തണം മുതൽ അല്ലെങ്കിൽ ഇരിട്ടി മുതൽ കൊട്ടിയൂർ വരെ ക്ഷേത്രത്തിന്റെ ടാറിംഗ് റോഡിന്റെ 2 സൈഡ് ജസ്റ്റ് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ടാറിംഗ് റോഡിനോട് ചേർന്നിട്ടുള്ള 1 മീറ്റർ കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ വാഹനങ്ങൾക്ക് സൈഡ് ഇറക്കി യഥേഷ്ടം കടന്നു പോകാൻ വേണ്ടി സാധിക്കും. അതുപോലും ചെയ്യാൻ നമുക്ക് കഴിഞ്ഞ കാലഘട്ടത്തിൽ സാധിക്കുന്നില്ല. ദൗർഭാഗ്യകരമാണ്. നമ്മൾ വികസനം എന്ന് പറയുമ്പോൾ എന്താണ്? സമയക്കുറവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒറ്റൊരു ചോദ്യം കൂടിയുണ്ട് താങ്കളോട്. സമയക്കുറവുകൊണ്ടാണ്. ഇത്തവണ പേരാവൂർ മണ്ഡലത്തിൽ NDA 5 അക്കം കടക്കുമോ വോട്ടുകളുടെ എണ്ണത്തിൽ? തീർച്ചയായും പേരാവൂർ നിയോജക മണ്ഡലത്തിൽ BJP NDA മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടി തന്നെയാണ്. ആ ജയത്തിൽ കുറഞ്ഞൊന്നും NDA പ്രതീക്ഷിക്കുന്ന ലോകാരാധനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന നേട്ടങ്ങൾ കാണുന്ന ജനതയാണ് നമ്മുടെ മുമ്പിൽ. കേന്ദ്രത്തിന്റെ വികസന നേട്ടങ്ങൾ പേരാവൂർ മണ്ഡലത്തിലും പ്രതിഫലിക്കുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. തീർച്ചയായും ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 100% കഴിഞ്ഞ കാലങ്ങളിലെ NDAയുടെയും കേരളം ഭരിക്കുന്നവരുടെയും ഭരണവിരുദ്ധ വികാരവും മോദിജിയുടെ ഭരണ നൈപുണ്യവും ജനങ്ങൾ ഉൾക്കൊള്ളും. BJP പിന്തുണയ്ക്കും, NDA പിന്തുണയ്ക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ശരി, വാശിയേറിയ പോരാട്ടം തന്നെ ഇത്തവണ പേരാവൂർ മണ്ഡലത്തിൽ നടക്കുമെന്ന് തന്നെയാണ് LDFന്റെയും UDFന്റെയും NDAയുടെയും പ്രതിനിധികളുടെ മറുപടികളിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത KG ദിലീപ്, PK ജനാർദ്ദനൻ, ഒപ്പം MR സുരേഷ് 3 പേർക്കും നന്ദി അറിയിക്കുകയാണ്. ഓപ്പൺ ഫോറത്തിന്റെ അടുത്തയാഴ്ച മറ്റൊരു മണ്ഡലത്തിലെ വിശേഷമായി കാണാം. നമസ്കാരം.